നമ്മ കൈ കഴുകുന്നതാണ്. ഇങ്ങനെയാണ് നമ്മ കൈ കഴുകല്. ನನಗೆ ಇಲ್ಲಿ ಹೋಟ್ಲಿದ್ರೆ ಖುಷಿ, ಬ್ಯಾಂಕ್ ಇದ್ರೆ ಖುಷಿ ಇಲ್ಲ. ಒಂದು ಮಧ್ಯಾಹ್ನವರೆಗೆ ಒಂದು 4 ಜನ ತಿರ್ಗಿ ಯಾರಣ್ಣ ಇದ್ದವರು, ಮತ್ತೆ ಅಲ್ಲಿ ಮನುಷ್ಯರಿಲ್ಲ. ಹೋಟ್ಲಿದ್ರೆ ರಾತ್ರಿ 10 ಗಂಟೆವರೆಗೆ ಜನ ಉಂಟು. ಅದಕ್ಕೆ ನಾನು ಹೋಟ್ಲಿದ್ರೆ ಖುಷಿ, ಬ್ಯಾಂಕು ಬರಬಾರ್ದು. ಬ್ಯಾಂಕ್ ಬರಬೇಕಾದ್ರೆಲ್ಲ ಗಟ್ಟಿ ಆಗ್ಬೇಕಂತೆ. ಊಟ ಮಾಡು, ಊಟ ಮಾಡು ಮಗ. നിങ്ങൾക്ക് ഇന്ന് ചോറ്, സാമ്പാർ, മാങ്ങക്കറി. കഴിക്ക് മോളെ, കഴിക്ക്. പിന്നെ നമുക്ക് കഞ്ഞീരവെള്ളമില്ല, കഞ്ഞീരവെള്ളത്തിൽ നെയ്യിടും. നെയ്യ് ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കൂല, അതിൽ കുറച്ച് സാമ്പാർ ഒഴിക്കും. സാമ്പാർ ഒഴിച്ചിട്ട് കുടിക്കുക. ഇങ്ങനെ ദോശക്ക് ഇങ്ങനത്തെ ഒന്നും നെയ്യിട്ടാൽ അമ്മ കഴിക്കൂല. അമ്മേരെ വേറെ ഒരു രീതി നമുക്ക് കഴിക്കാനുള്ളത്. ಇಲ್ಲಿ ಹೆಂಡತಿಯದ್ದು ಬೆಳಿಗ್ಗೆ ಬೂಟಿ ಇತ್ತಲ್ಲ, ಈಗ ನೋಡಿ ಎತ್ತಲ್ವಾ? ನಾನು ನೋಡೋದಿಲ್ಲ ಅವರೆಲ್ಲ. ಹೌದು. ನೀವು ಊಟ ಅಸ್ವಗ್ತನೆ ಹೇಳಿ ಈಗ ಏನು ಊಟ ಮಾಡೋದಿಲ್ಲ? ತಂಡೈತಲ್ಲ, ಇದೆಲ್ಲ ಹಿಡಿದು ತಂಡಿದಲ್ಲ. ಆಯ್ತು, ಇದು ತಣಿ ಇಲ್ಲಿಕ್ಕೆ ಹಾಕ್ತಾನೆ ಹಾಕ್ತಾನೆ. അമ്മക്ക് വട്ടട്ട ഇഷ്ടമാണ്. വട്ടട്ട വേണം അമ്മക്ക്. വട്ടട്ട തിന്ന് തടി വെച്ചത്. പിന്നെ മാങ്ങക്കറി, മാങ്ങ കുറച്ച് പുളിയുണ്ട്. വെള്ളമെല്ലാം ഇട്ടിനി. രസം എന്ന് പറഞ്ഞാൽ ചാറിനെ പറയുന്ന രസം എന്നാണ്. ഇതെല്ലാം അമ്മക്കാന്ന്. ഇത് 4 മാങ്ങ അമ്മ തിന്നോട്ട് എറിഞ്ഞിട്ട് ഞാൻ എടുക്കൂല. ഞാൻ ചാറ് മാത്രമേ കുറച്ചെടുക്കും, പക്ഷെ കഷ്ണമൊന്നും എടുക്കും. സാമ്പാർ എനിക്കിഷ്ടമല്ല. ഞാൻ ഈ മാങ്ങക്കറി, ഇന്നലത്തെ കുറച്ച് മാങ്ങക്കറിയുടെ ചമ്മന്തിയുണ്ട്, അതും കൂട്ടി ഞാൻ ചോറ് വയ്ക്കും. പക്ഷേ അമ്മയുടെ ഒപ്പം തന്നെ ഞാൻ ചോറ് വയ്ക്കണം. അമ്മക്ക് ഒറ്റയ്ക്ക് ചോറ് വയ്ക്കാനല്ല, പുറത്തുതന്നെ ഇരിക്കണം. എനിക്ക് പുറത്തിരുന്നിട്ട് ചോറ് വയ്ക്കുന്നത് ഇഷ്ടമല്ല. എന്നാലും അമ്മക്ക് പുറത്തിരുന്നിട്ടാണ് ചോറ് വയ്ക്കുന്നത്. അതുകൊണ്ട് അമ്മരൊക്കെ ഞാൻ പുറത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. ಏನಾಗಲಿಲ್ಲ, നമുക്ക് കണ്ണ് വേദനയില്ല. നോവെന്ന് പറഞ്ഞാൽ വേദന എടുക്കുന്നു, കണ്ണ് വേദന എടുക്കുന്നു. കണ്ണ് വിടർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അല്ല, കണ്ണ് വിടർത്താനല്ല, കണ്ണ് അടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അത് അമ്മ വീണിട്ടാകുമ്പോൾ അമ്മ പറയുന്നത് ഇപ്പോൾ തലക്ക് അത് ഇപ്പോൾ 6 വർഷമായി സർപ്പസുത്തി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മ. എനിക്ക് തോന്നുന്നത് അമ്മ വീണിട്ടാകുമ്പോൾ ഇത് നരവിന് അടിയായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് വരുമ്പോഴാണ് ഈ കണ്ണ് വേദന എടുക്കുന്നത്. ആ ഒന്ന് വരുന്ന സമയത്ത് കണ്ണ് വേദന എടുക്കുന്നത്. അപ്പോൾ ആ നരവിന് അടിയായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പ്രായമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലാതെ കണ്ടിട്ട് സർപ്പസുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മയുടെ മനസ്സിൽ ഈ പാമ്പ് തലയുടെ ഉള്ളിൽ കൂടിയിട്ട് ഇങ്ങനെ കടിക്കുന്നത്, ദ്രോഹിക്കുന്നത് എന്നാണ് അമ്മയുടെ മനസ്സിൽ അങ്ങനെയാണ്. അപ്പോൾ ടി വിയിൽ ഭക്തിഗാനത്തിലുള്ളത് ഭൂതം പറഞ്ഞാൽ ഈ നമ്മൾ തെയ്യമില്ലേ, തെയ്യത്തിന് അവർ ഭൂതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തതെല്ലാം ഉണ്ടാകുമ്പോൾ പാമ്പിൻ്റെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഭയങ്കര പേടി. അതപ്പോൾ ഓഫാക്കാൻ പറയും. എന്തെല്ലോ കളിക്കും. നമ്മൊരു വിചാരം ഈ സർപ്പസുത്തി അറിഞ്ഞാൽ അതൊരു രോഗത്തിൻ്റെ പേരാണ് സർപ്പസുത്തി. തല ഇങ്ങനെ ഇതാണ്. എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പം അങ്ങനത്തതെല്ലാം പാമ്പ് എന്ന് പറയുന്നതും കാണുന്നതും നമുക്കിഷ്ടമല്ല. നമുക്ക് ഭയങ്കര പേടിയാണ്.
ടി വിയിലെല്ലാം കണ്ട അപ്പോൾ ഓഫാക്കാൻ പറയും. ഇപ്പോഴും തലയിൽ ഇങ്ങനെ ഒരു വലി വരുന്നത് മാറിയിട്ടാണ്. ഒന്ന് വരുമ്പോൾ വല്ലാത്തൊരു വേദന. കണ്ണിന് കാഴ്ചക്ക് ഒരു കുറവില്ല, എത്ര ദൂരത്തു നിന്നും കാണുന്നു. പക്ഷെ അത് ഒന്ന് വരുമ്പോൾ അതിൻ്റെ ആ നരവിന് എന്തെങ്കിലും അടിയിട്ടുണ്ടാകും, ആ വീണിട്ടാകുമ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇട്ടമാട് പറഞ്ഞാൽ ചോറ് കഴിക്കും. ആ ഇനി ചോറെടുത്തിട്ട് വാ, ഒന്നിച്ച് കഴിക്കാമെന്ന് പറയുന്നതാണ്. ഓക്കെ, ബൈ ബൈ. ഉപ്പിനക്കായി എറിഞ്ഞാൽ അച്ചാറിന് ഉപ്പിനക്കായി എറിഞ്ഞു. നാളെ കണ്ടാക്ക് പോയിക്കോ.